പശ്ചിമബംഗാളിൽ തൃണമൂലിന്റെ തകർച്ച പൂർണ്ണമാവുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം മറികടന്ന് 59 വിമത എംഎൽഎമാർ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കാൻ നടത്തിയ നീക്കം ലക്ഷ്യം കണ്ടു. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം വിവിധ അഴിമതി കേസുകളിൽ ചോദ്യം ചെയ്യൽ ഈ മാസം 15-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി അഭിഷേക് ബാനർജിക്ക് നോട്ടീസ് നൽകി. പശ്ചിമ ബംഗാളിൽ സ്പീക്കറെ ചെയറിലേക്ക് ആനയിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് നിയോഗിച്ച പ്രതിപക്ഷ നേതാവ് നയന ബന്ദോപാധ്യായായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അഭിഷേക് ബാനർജിയെ തന്റെ പിന്തുടർച്ചക്കാരനാക്കാനുള്ള മമതാ ബാനർജിയുടെ നീക്കമാണ് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ ഉൾപ്പെടെ മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് നാമമാത്രമായ ജനപ്രതിനിധികൾ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ നയന ബന്ദോപാധ്യായയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വിമത എംഎൽഎമാർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് 60ഓളം എംഎൽഎമാരാണ് സ്പീക്കർക്ക് ഒപ്പിട്ട കത്ത് നൽകിയിട്ടുള്ളത്. ഈ ആവശ്യം സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തു. കീഴ്ഘടകങ്ങൾ മുതൽ സംസ്ഥാന സമിതിയെ ഉൾപ്പെടെ പിരിച്ചുവിട്ട മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഘടനകളെയും പിരിച്ചുവിടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മമതാ ബാനർജിയുടെ വസതിയിൽ വെച്ച ഒരു അടിയന്തര യോഗം ചേർന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം. ഈ യോഗത്തിലേക്ക് മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജിയും പങ്കെടുക്കാനെത്തി. തൊട്ടു പിന്നാലെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത നേതാവും മമതാ ബാനർജി അനുകൂലിയായ എംഎൽഎയും ഈ സ്ഥാനം രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായ പിളർപ്പിലേക്ക് എന്ന് മാത്രമല്ല പാർട്ടി പൂർണ്ണമായി മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ അവസരം മുതലെടുക്കുകയാണ് BJP. 20ഓളം തൃണമൂൽ കോൺഗ്രസ് വിമത എംഎൽഎമാർ BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദം. BJP ദേശീയ നേതൃത്വം പച്ചക്കൊടി കാണിച്ചാൽ ഈ വിമത എംഎൽഎമാർ BJPക്കൊപ്പം പോയേക്കാം. അങ്ങനെയെങ്കിൽ പശ്ചിമ ബംഗാളിൽ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് തകർന്നു എന്ന് തന്നെ പറയേണ്ടിയും വരും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മമതയെ അനുകൂലിക്കുന്ന എംഎൽഎമാർ കൂടി ഇനി പാർട്ടി വിട്ടുപോകുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.